ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം പുറത്തു പോകാനായിട്ട് മാളും പ്രസീസിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനാണ് അവരെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. നമ്മുടെ യാത്ര ഒരു 40 മിനിറ്റിലേറെ ഉള്ളതുകൊണ്ട് മാളുവിനെ എൻ്റർടൈൻ ചെയ്തിരുത്താന്നുള്ളതായിരുന്നു എൻ്റെ പരിപാടി. നായ്ക്കുട്ടി ഇനിയും വേണം. ഇച്ചിരി നേരം എൻ്റെ മടിയിലിരിക്കും, പിന്നെ ബസ്സിൽ തൂങ്ങിക്കിടക്കും. പുള്ളിക്കാരൻ ഫുൾ ഓണായിരുന്നു കേട്ടോ. അങ്ങനെ കണ്ടനാട് എത്തിയിട്ട് നമുക്ക് ഒരു ഓട്ടോ പിടിച്ചു പോകണം. ഇതായിരുന്നു ഇൻസ്റ്റയിലെ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിരുന്ന കണ്ടനാടുള്ള സൂര്യകാന്തി തോട്ടം. വലിയ എക്സ്പെക്ടേഷനിലായിരുന്നു വന്നത്, പക്ഷേ സംഭവം ഇവിടെ ഇങ്ങനെയായിരുന്നു. കുറച്ചൊക്കെ തളർന്നൊക്കെ കിടക്കുകയായിരുന്നു. പക്ഷെ നൈസായിരുന്നു കണ്ടു കിടക്കാനായിട്ട്. മാളൂർ ഇത്രയും പറമ്പ് കിട്ടിയപ്പോൾ സ്വർഗം കണ്ട പോലെ ആയിരുന്നു കേട്ടോ. പിടിച്ചാൽ കിട്ടില്ലായിരുന്നു. പിന്നെ പതിവ് പോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഉണങ്ങി നിന്നു. എന്തായാലും 1.5 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം അരമണിക്കൂറാണ് നമ്മളവിടെ നിന്ന് കണ്ടത്. അങ്ങനെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഷാർജ ഷേക്ക് കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ ഉപ്പ് സോഡ വന്നപ്പോൾ ഒന്ന് കയറിയിരുന്നതാണ് കണ്ടത്. പിന്നെ കുറച്ച് ഷാർജ കുടിച്ച് ഞങ്ങൾ നേരെ തിരിച്ചു. മെട്രോയിലാണ് തിരിച്ചു വന്നത്, അതുകൊണ്ട് ഇച്ചിരി നേരത്തെ എത്തി. അപ്പോൾ അത്രേ ഉള്ളൂ.